വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ 7-ാം അധ്യായം വിവിധ സൗഖ്യപ്രദായകമായ സംഭവങ്ങളുടെയും വിശ്വാസ സാക്ഷ്യങ്ങളുടെയും വിവരണമാണ്. അധ്യായത്തിന്റെ തുടക്കത്തിൽ കഫർനഹൂമിലെ ഒരു ശതാധിപന്റെ ദാസൻ ഗുരുതര രോഗാവസ്ഥയിലായിരുന്നു. തന്റെ അർഹതയില്ലായ്മ സമ്മതിച്ച് യേശു വെറുമൊരു വാക്ക് പറഞ്ഞാൽ മതി ദാസൻ സൗഖ്യമാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ അതുല്യമായ വിശ്വാസം കണ്ട് യേശു അഭിനന്ദിക്കുകയും ദാസൻ സൗഖ്യമാവുകയും ചെയ്യുന്നു. തുടർന്ന് യേശു നായൻ പട്ടണത്തിൽ ഒരു വിധവയുടെ ഏക മകനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്നു. അമ്മയുടെ ദുഃഖത്തിൽ കരുണപ്പെട്ട് യേശു പ്രവർത്തിക്കുന്ന ഇത് കണ്ട ജനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു മഹാപ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. ശേഷം യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യർ യേശുവിനെ സമീപിച്ച് അവൻ വരാനിരിക്കുന്ന മിശിഹായാണോ എന്ന് ചോദിക്കുന്നു. യേശു തന്റെ പ്രവൃത്തികളിലൂടെ, അതായത് കണ്ണുകാണാത്തവർ കാണുന്നു, കാൽ നടക്കാത്തവർ നടക്കുന്നു, ദരിദ്രർക്ക് സുവിശേഷം എന്നീ പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് ഉത്തരം നൽകുന്നു. പിന്നീട് യോഹന്നാന്റെ മഹത്വം ജനങ്ങളുടെ മുമ്പിൽ യേശു പ്രഖ്യാപിക്കുന്നു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല, എങ്കിലും ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. അധ്യായത്തിന്റെ അവസാന ഭാഗം ശിമയോൻ എന്ന ഫരീസിയന്റെ വീട്ടിൽ നടന്ന ഒരു ഹൃദയസ്പർശിയായ സംഭവമാണ്. പാപിനിയായി അറിയപ്പെട്ടിരുന്ന ഒരു സ്ത്രീ കണ്ണുനീർ കൊണ്ടും സുഗന്ധ തൈലം കൊണ്ടും യേശുവിന്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. അവളുടെ ആഴമുള്ള സ്നേഹവും അനുതാപവും യേശു അംഗീകരിക്കുന്നു. തന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതുകൊണ്ടാണ് അവൾ കൂടുതൽ സ്നേഹിച്ചതെന്ന് യേശു പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.